നല്ല പടം, സൂപ്പർ പടം, എല്ലാവരും കാണണം. സൂപ്പർ പടം, എല്ലാവരും കാണണ്ടേ. അടിപൊളി, ഒരു രക്ഷയില്ല. കിടില റൈറ്റിങ്ങും മേക്കിങ്ങും വിജയ് സേതുപതി അനുരാഗ് കശ്യപ് അടിപൊളി, പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. വർക്കാവും നന്നായിട്ടുണ്ട്, വേറെ കൊടുത്തൊന്നുമില്ല. ആവറേജ് പടം, കഥയൊന്നും കുഴപ്പമില്ല, നല്ലൊരു ആവറേജ് പടം. ആക്ഷൻ അങ്ങനെയല്ല, ഒരു നല്ലൊരു കഥയുള്ള പടമാണ്. ആക്ഷൻ മാത്രമല്ല, സസ്പെൻസ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് തിരിച്ചൊരു രണ്ടാം ഭാഗം ഉണ്ടാവാതിരിക്കില്ല, തോന്നില്ല. நல்லா இருக்கு. செகண்ட் ஆஃப் கிளைமாக்ஸ் வந்து நல்லா இருக்கு, ரொம்ப நல்லா இருக்கு. ஒரு நல்ல குட் ஒரு நல்ல மெசேஜ் உள்ள மூவி. ஆக்டிங் விஜய் சேதுபதி ஆஸ் யூஷுவல் சூப்பர், நல்லா பண்ணிருக்காங்க. அண்ட் அனுராக் கஷ்யப்பும் ரொம்ப சூப்பராக நடிச்சிருக்காரு. நல்ல மூவி, குட் மூவி. மூவி வாஸ் குட், நல்லா இருக்கு, படம் நல்லா இருக்கு. ஸ்டோரி நல்ல ஒரு மெசேஜ் இருக்கு ஸ்டோரியில. விஜய் சேதுபதி ஆக்டிங் நல்லா இருக்கு, அனுராக் கஷ்யப் ஆக்டிங் நல்லா இருக்கு. ரொம்ப நல்ல പടം, பார்க்கலாம். കൊറിയൻ പടം കാണുന്നോണ്ടിരിക്കുക, അതുപോലത്തെ മേക്കിംഗ് കണ്ടു കാണുമ്പോൾ അടിപൊളി. വിജയ് സേതുപതി പിന്നെ അനുരാഗ് കശ്യപ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് പടം പറയുന്നത്? പടത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു അച്ഛനും മോളിലുള്ള ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല എഴുതിട്ട് നല്ല ഡീറ്റെയിലിംഗ് ആണ് സിനിമ. നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. ഈ സമയകാലത്തുള്ള സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കൊള്ളാം. അടിപൊളി പടം, നല്ല ഇൻട്രസ്റ്റ്, അടിപൊളി അഭിനയം, നല്ല അടിപൊളി പടം. വിചാരിക്കുന്ന ട്വിസ്റ്റ് ഒന്നുമല്ല. സെക്കൻഡ് ഹാഫിൽ പട കുറേ സാധനങ്ങളുണ്ട്. അത് സിനിമയുടെ എക്സിക്യൂഷനാണ്. വളരെ ചെറിയൊരു സാധനമാണ്. മൊത്തം പടം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയെ ആക്സസ് ചെയ്ത് നോക്കണം, അപ്പോഴറിയാം അതിൻ്റെ ഒരു ബ്രില്യൻസ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. വിജയ് സേതുപതി ഒരിടത്തും പോയിട്ടില്ല, തിരിച്ചു വരാൻ കിടിലൻ പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമറെ കുറെ കൂടി തേച്ച് മിനുക്കിയിട്ടുണ്ട്. 50ാമത്തെ പടം എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കണമല്ലോ, ആ രീതിയിൽ ഒരു കിടിലൻ സിനിമ അദ്ദേഹത്തിന് നിതിലൻ കൊടുത്തിട്ടുണ്ട്. അനുരാഗ് കശ്യപും കൊള്ളാം, സിനിമയിലുള്ള എല്ലാവരും കൊള്ളാം. ഒരു മോൾ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. കൂടുതലൊന്നും പറയില്ല, നിങ്ങളൊന്നും അറിയാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലൻ എൻജോയ്മെൻ്റ് ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ പടം ത്രില്ലിംഗ് ആണ്, ഒരേ സമയം ത്രില്ലിംഗ് ആണ്, ഇമോഷണലാണ്. എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്താ പറയുക, ഇതിലൊരു നോൺ ലീനിയാരിറ്റി ഉണ്ട്. ഈ സിനിമയിൽ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ നോൺ ലീനിയാരിറ്റി നിങ്ങളെ സർപ്രൈസ് ചെയ്യും. അതാണ് സിനിമയുടെ ഒരു കോർ പ്ലോട്ട്. ഈ സബ്ജക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇവർക്ക് പറയാം, പക്ഷെ അത് അങ്ങനെ പറയാതെ അത് എടുത്തു വെച്ചൊരു രീതിയുണ്ട്. അതാണ് സിനിമയുടെ ബ്യൂട്ടി. കിടിലം പറഞ്ഞാൽ ഈ വർഷം തമിഴ് സിനിമയിൽ ഇത് വേറെ നല്ല സിനിമ വന്നിട്ടില്ല. വേണമെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തെ ഒരു കിടിലൻ സിനിമയായിരിക്കും. ചുമ്മയല്ല ഇതിന് പ്രീവ്യൂ ഇത്രയും കിടിലൻ റിവ്യൂ വന്നത്. അവരെ കുറ്റം പറയാനൊന്നും പറ്റൂല, അവർക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും ഒരു സിനിമ. അങ്ങനെയാണ്. വയലൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട്, പക്ഷെ ഫാമിലിയായിട്ട് കാണാനുള്ള ഒരു എലമെന്റ് ഉണ്ട് ഈ പടത്തിൽ. ഉറപ്പായിട്ട് ഫാമിലിയായിട്ട് കാണാം. വിജയ് സേതുപതിയുടെ കിടിലൻ സിനിമ. ഡയറക്ടറിനെ എത്ര പ്രശംസിച്ചാലും മതിയാവും. എന്ന് പറഞ്ഞാൽ അത്രയും അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ്.